ആയിട്ട് നമ്മളെ ഏൽപ്പിച്ച ജോലി 100% സിൻസിയറായിട്ട് ചെയ്യുക എന്നൊക്കെ എൻ്റെ ജീവിതത്തിൻ്റെ ഭാഗമായിരുന്നു. അത് ഞാൻ ചെയ്യുകയും 24 വർഷം ഞാൻ CMS കോളേജിൽ പഠിപ്പിച്ചുകൊണ്ടിരുന്നപ്പോൾ അത് കംപ്ലീറ്റ് ചെയ്യാൻ എനിക്ക് സാധിക്കുകയും ചെയ്തു. CMS കോളേജ് മറ്റു കോളേജുകളെയൊക്കെ വ്യത്യസ്തമായിരുന്നു. അവിടെ കോളേജിൽ മിക്കവാറും സമരങ്ങൾ വേണ്ടാത്തതിനും വേണ്ടതിനും ഒക്കെയുള്ള സമരങ്ങൾ ഉണ്ടായിരുന്നു. പല സമരങ്ങളുമുണ്ട്. പല സമരങ്ങൾക്കും ഞാൻ സാക്ഷിയായിട്ടുണ്ട്. പല സമരങ്ങളോടുകൂടി വിദ്യാർത്ഥികളെ മാറ്റി നിർത്താനും ഒക്കെ ഞാൻ മുൻപന്തി നിന്നിട്ടുണ്ട്. അതുപോലെ തന്നെ അവിടുത്തെ യൂണിയൻ്റെയൊക്കെ അഡ്വൈസറായിട്ടൊക്കെ എന്നെ അധ്യാപകൻ എന്ന നിലയിൽ അഡ്വൈസറായിട്ട് ഇരുന്നിട്ടുണ്ട്. അപ്പം വിദ്യാർത്ഥികളുടെ സംഘടനകളുമായിട്ടും പ്രത്യേകിച്ച് ഇടതുപക്ഷ സംഘടനകളുമായിട്ടൊക്കെ വളരെ അടുത്ത ബന്ധം ഞാൻ പുലർത്തിക്കൊണ്ടിരുന്നു. അങ്ങനെ ഒരു സന്ദർഭത്തിൽ ഒരു ദിവസം കോളേജിൽ ഒരു സമരമുണ്ടായി. അന്ന് കോളേജ് കോട്ടയം ഡിസ്ട്രിക്റ്റിൻ്റെ SP ആയിട്ടിരിക്കുന്നത് ടോമിൻ തച്ചങ്കരി സാറാണ്. ടോമിൻ തച്ചങ്കരി സാറ് IPS അവിടെ SP ആയിട്ടിരിക്കുകയാണ്. അദ്ദേഹം ഇന്നിപ്പോൾ ഇപ്പം DGP ആണ്. പക്ഷേ ആ സമയത്ത് അവിടെ ഒരു സമരം നടന്നപ്പോൾ കുറച്ച് പേര് വെളിയിൽ നിന്ന് വന്ന് കോളേജിൻ്റെ ഗ്രേറ്റ് ഹോളിൻ്റെ അവിടോട്ട് മുമ്പോട്ട് വരികയും അവിടെ നമ്മുടെ വിദ്യാർത്ഥികളുമായിട്ട് അടിപിടി നടക്കുകയും കല്ലേറും അടിപിടിയും ഒക്കെ നടത്തി അവർ ബഹളമുണ്ടാക്കി അവർ തിരിച്ചു പോവുകയും ചെയ്തു. അപ്പോൾ ഈ ബഹളം നടക്കുന്ന സമയത്ത് ഞങ്ങൾ രാവിലെ പതിവ് പോലെ ഞങ്ങൾ ക്ലാസ്സിൽ ചെന്നു. ഞാൻ ക്ലാസ്സിൽ പോയിട്ട് പഠിപ്പിച്ച് കഴിഞ്ഞിട്ട് ഞാൻ അന്നേരം ഒരു എൻ്റെ ഒരു ഡസ്റ്ററുമായിട്ട് ഞാൻ തിരിച്ചു വരും. അപ്പോൾ എൻ്റെ കയ്യിലെ ചോക്ക് പൊടിയൊക്കെ ഉണ്ട്. അതൊന്നും കഴുകിയിട്ട് പോലുമില്ല. ഞങ്ങളുടെ ജനറൽ സ്റ്റാഫിലോട്ട് വരുമ്പോഴാണ് അവിടെ സമരത്തിൻ്റെ ആരംഭം തുടങ്ങുന്നത്. അപ്പോൾ ഞാൻ ജനറൽ സ്റ്റാഫിലോട്ട് കയറുമ്പോൾ എൻ്റെ കൂടെ മറ്റ് ചില സീനിയർ അധ്യാപകരുണ്ട്, ജൂനിയർ അധ്യാപകരുണ്ട്. എല്ലാവരും ഞങ്ങൾ ഒന്നിച്ച് ഞങ്ങളുടെ ജനറൽ സ്റ്റാഫിൽ ഒന്നിച്ചിരിക്കുകയും ക്ലാസ് ഒരു പീരീഡ് കഴിഞ്ഞ് അടുത്ത പീരീഡ് ക്ലാസ് ഇല്ലെങ്കിൽ അവിടെ വന്ന് ശകലനേരം സംസാരിക്കുകയൊക്കെ ചെയ്യുന്നത് ഞങ്ങളുടെ ഒരു വിനോദവും ഞങ്ങൾ എപ്പോഴും ചെയ്തുകൊണ്ടിരിക്കുന്നവരോ. അതുപോലെ തന്നെ അന്നത്തെ ദിവസം ഞാൻ ജനറൽ സ്റ്റാഫ് റൂമിൽ വന്നു. ജനറൽ സ്റ്റാഫ് വരുമ്പോഴാണ് അവിടെ സമരം തുടങ്ങുന്നതും സമരം നടക്കാനുള്ള പ്രാരംഭ പ്രോഗ്രാമുകളൊക്കെ നടക്കുന്നത്. അപ്പം കുറച്ച് ഞങ്ങളറിയാത്ത സാധാരണ അവിടെയുള്ള വിദ്യാർത്ഥികളെ ഏകദേശമൊക്കെ അറിയാത്ത കുറേ വിദ്യാർത്ഥികൾ കുറച്ച് പേര് ഒന്ന് താഴെ റോഡിൽ നിന്ന് കയറി ഞങ്ങളുടെ ജനറൽ സ്റ്റാഫ് റൂമിൻ്റെ സൈഡിൽ കൂടെ മേളിലോട്ട് വന്ന് ഗ്രേറ്റ് ഹോളിലേക്ക് നടന്നു പോവുകയാണ്. ഞങ്ങളവരെ കണ്ടു. അപ്പോൾ ഞങ്ങളവിടെ ഈ സമരം നടക്കുന്നതിൽ ഞങ്ങളത് ചിരിച്ച് സന്തോഷിച്ചുമൊക്കെ ഞങ്ങളങ്ങനെ സ്റ്റാഫ് റൂമിലിരിക്കുകയാണ്. അവരങ്ങ് പോവുകയും ചെയ്തു. പക്ഷേ അത് കഴിഞ്ഞിട്ട് അതിൻ്റെ അങ്ങേപ്പുറത്ത് അപ്പം ഗ്രേറ്റ് ഹോളിൽ ബഹളം നടക്കുന്നൊന്നും ഞങ്ങൾ അറിയുന്നില്ല. ബഹളം നടക്കുന്നൊന്നും ഞങ്ങൾ അറിയുന്നേ ഇല്ല. അങ്ങനെ ആ സമയത്ത് ബഹളമൊക്കെ നടന്നു, സമരമൊക്കെ ശാന്തമായി, വിദ്യാർത്ഥികളെല്ലാം അങ്ങോട്ടും ഇങ്ങോട്ടും ഓടിപ്പോയി, പോലീസുകാരൊക്കെ വന്നു, സമരം കഴിഞ്ഞു. ഒരു ദിവസം കഴിഞ്ഞപ്പോൾ അന്ന് ആ സമരത്തിൽ പങ്കെടുത്ത ഒരു വിദ്യാർത്ഥി മരിച്ചു. കോട്ടയം മെഡിക്കൽ കോളേജിൽ അന്നത്തെ ഒരു വിദ്യാർത്ഥി അടികൊണ്ട് ഒരു വിദ്യാർത്ഥി അദ്ദേഹം താഴെ വീഴുകയും പെട്ടെന്ന് വിദ്യാർത്ഥികളെല്ലാം കൂടി സുഹൃത്തുക്കളെല്ലാം കൂടി അദ്ദേഹം കോട്ടയം മെഡിക്കൽ കോളേജിൽ കൊണ്ടുപോവുകയും അവിടെ വെച്ച് ഒരു ദിവസം കഴിഞ്ഞ് അദ്ദേഹം മരിക്കുകയും ചെയ്തു. അപ്പോഴത്തേക്ക് സംഗതികളുടെ കേസിൻ്റെ ഭാവമൊക്കെ മാറി. അപ്പം പോലീസുകാരെ കോളേജിൽ വന്ന് ആ സംഭവങ്ങളെക്കുറിച്ച് അവർ FIR തയ്യാറാക്കുകയാണ്. FIR തയ്യാറാക്കുമ്പം ഞങ്ങളെല്ലാവരും ഇവിടെ ഇരുന്ന ഞങ്ങൾ സ്റ്റാഫ് റൂമിൽ ഇരുന്ന എല്ലാ അധ്യാപകരും ഞങ്ങളിങ്ങനെ മറ്റുള്ളവരോടും മറ്റധ്യാപകരോടും വിദ്യാർത്ഥികളോടും ഒക്കെ ഞങ്ങൾ കുറച്ച് വിദ്യാർത്ഥികൾ ഇതുവഴി പോകുന്നത് കണ്ടു, അവർ വടിയുമായിട്ട് വന്നതും അവർ വടിയുമായിട്ട് പോയതും ഒക്കെ കണ്ടു എന്നൊക്കെ ഞാനും എൻ്റെ കൂടെ ഉണ്ടായിരുന്ന സീനിയർ അധ്യാപകരും ഒക്കെ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരുന്ന സമയത്താണ് ഈ പോലീസുകാർ വന്ന് FIR തയ്യാറാക്കാനായിട്ട് വരുന്നത്. അപ്പോൾ ഞങ്ങൾ ഓരോ അധ്യാപകരെ വിളിച്ചു. അപ്പോൾ ഞങ്ങളുടെ ജനറൽ സ്റ്റാഫ് ഇരുന്നവരാണല്ലോ അത് കണ്ടത്. ജനറൽ സ്റ്റാഫ് ഇരുന്ന് ഞാൻ പോയി. അതുപോലെ തന്നെ എന്നോടൊപ്പം ഉണ്ടായിരുന്ന സീനിയർ അധ്യാപകർ, ഇപ്പോഴും വളരെ സീനിയറായ അധ്യാപകർ, ആ ഒരു സീനിയർ അധ്യാപകർ എന്ന് പറഞ്ഞാൽ വളരെ എല്ലാവരും ബഹുമാനിക്കപ്പെടുന്നതും എല്ലാവരും അംഗീകരിക്കപ്പെട്ടതും എപ്പോഴും സത്യം മാത്രമേ പറയുന്നതൊക്കെയുള്ള ഒരു അധ്യാപകനാണ്. അദ്ദേഹവും ഉണ്ടായിരുന്നു എൻ്റെ കൂട്ടത്തിൽ. അങ്ങനെ പല അധ്യാപകരുണ്ടായിരുന്നു. എല്ലാവരെയും വെവ്വേറെ വിളിച്ചിട്ടാണ് പോലീസ് ചോദിക്കുന്നത് അവിടെ നടന്ന സംഭവം. വളരെ കാഷ്വലായിട്ടുള്ള ചോദ്യമായിരുന്നു പോലീസുകാരുടെ. ഇതുപോലെ ഈ ടോമിൻ തച്ചങ്കേരിയും അതുപോലെ DSPയും ഒക്കെ അവിടെ വന്നു ഞങ്ങളോട് കാഷ്വലായിട്ട് ചോദിക്കുന്നു. അതുവഴി വന്നു, ഇതുവഴി വന്നു, ആരാ വന്നതെന്നൊക്കെ ചോദിച്ചപ്പോൾ ഞങ്ങൾ പറഞ്ഞു ഞാൻ കുറച്ച് പേരെ അങ്ങോട്ട് പോകുന്നത് കണ്ടു. പോകുന്നത് കണ്ടു. അപ്പം ഞാൻ വിചാരിച്ചു, അപ്പോൾ എന്നോട് മാത്രമായിട്ടാണ് പോലീസുകാർ അവിടെ വെച്ച് ചോദിക്കുന്നത്.
അത് കഴിഞ്ഞ് മറ്റുള്ളവരെയും വിളിച്ചു എന്ന് ഞാൻ മനസ്സിലാക്കി. എല്ലാവരെയും വിളിച്ചു, എല്ലാവരോടും ചോദിച്ചു. നമ്മൾ ചോദിക്കുന്നതൊക്കെ പോലീസുകാർ അപ്പാടെ അവരെഴുതിയെടുക്കുന്നുണ്ടായിരുന്നു. എഴുതിയെടുത്തിട്ട് അവർ പോവുകയും ചെയ്തു. കുറച്ച് ദിവസം കഴിഞ്ഞ് 1-2 ആഴ്ച കഴിഞ്ഞപ്പോൾ അവർ കേസ് FIR ഒക്കെ പ്രിപ്പയർ ചെയ്ത് കോടതി കൊടുത്തു കഴിഞ്ഞപ്പോൾ അതിനകത്തെ ഫസ്റ്റ് വിറ്റ്നസ്, ഒന്നാമത്തെ സാക്ഷി ഞാനാണ്, സക്രിയാമനാണ്. അപ്പോൾ ഒന്നാമത്തെ സാക്ഷി ഞാനായപ്പോൾ പിന്നീട് കേസിൻ്റെ വിസ്താരവും കേസിൻ്റെ മറ്റ് നടപടികളുമായിട്ട് മുൻപോട്ട് പോകുമ്പോൾ അവർ സാക്ഷികളെ വിളിക്കും, പോലീസുകാർ സാക്ഷികളെ വിളിക്കും. അപ്പം അന്നേരമാണ് ഞാൻ മനസ്സിലാക്കുന്നത് ഞാൻ മാത്രമേ അധ്യാപകരുടെ കൂട്ടത്തിൽ ഞാൻ മാത്രമേ സാക്ഷിയുള്ളൂ, ബാക്കി ഒരു അധ്യാപകനും അവിടെ സാക്ഷിയില്ല എന്ന് ഞാൻ മനസ്സിലാക്കി. അപ്പോൾ അത് തന്നെ എന്നെയൊക്കെ വലിയ വിഷമമാക്കിയത്. എൻ്റെ കൂടെയുള്ള അധ്യാപകർ അവരെല്ലാം ഞാൻ കണ്ടതുപോലെ തന്നെയാണ് അവരും കണ്ടത്. ഞാൻ എത്ര സമയം സ്റ്റാഫ് റൂമിലിരുന്നു അവരും അത്രയും സമയം സ്റ്റാഫ് റൂമിലിരുന്നു. അവർ കണ്ടതിൽ കൂടുതലൊന്നും ഞാനും കണ്ടില്ല, അവർ കാണാത്തതൊന്നും ഞാനും കണ്ടില്ല. അപ്പോൾ അത് കാരണം അവരെന്തുകൊണ്ട് അവരൊക്കെ അങ്ങ് പിന്മാറി. അവർ പോലീസുകാർ വിളിച്ചപ്പോൾ അവർ പറഞ്ഞു ഞങ്ങളിതൊന്നും കണ്ടില്ല, ഞങ്ങളവിടെ ഇരിക്കുകയായിരുന്നു, ഞങ്ങൾ വർത്തമാനം പറഞ്ഞിരുന്നു, ഞങ്ങളിത് കണ്ടില്ല. പക്ഷേ ഞാൻ എൻ്റെ ശുദ്ധഗതിക്കോ എന്തോ ഞാൻ പറഞ്ഞു ഞാനത് കണ്ടെന്ന് പറഞ്ഞു. അങ്ങനെ എന്നെ സാക്ഷിയാക്കി. ഞാൻ സാക്ഷിയാക്കി എന്ന് പറഞ്ഞാൽ പോലീസ് പിന്നെ അതിനകത്ത് വേറൊരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ ആ താഴെ നിന്ന് കയറി വന്ന ഒരു കൂട്ടം കുറ്റവാളികളെന്ന് ഉദ്ദേശിക്കുന്ന പോലീസുകാർ ഉദ്ദേശിക്കുന്നവരെല്ലാം RSSൻ്റെ ആൾക്കാരാണ്. അന്നത്തൊക്കെ RSS എന്നൊക്കെ പറഞ്ഞാൽ നമുക്ക് അവരുമായിട്ട് ഒരിക്കലും യോജിച്ച് പോകാനോ RSS എന്ന് പറയാൻ പോലും പേടിയുള്ള ഒരു സമയങ്ങളിലൂടെയൊക്കെയാണ് കടന്നു പോകുന്നത്. ആ സമയത്ത് RSSൻ്റെ ആൾക്കാരവിടെ വന്നു എന്നുള്ളത് ശരിയാണ്. അവരാണ് അവിടെ ആക്രമണം നടത്തിയതും അവരാണ് അവിടെ ബഹളം ഉണ്ടാക്കിയതും. അപ്പോൾ അവർക്കെതിരെയായിട്ടാണ് ഞാൻ സാക്ഷി പറയേണ്ടത്. അപ്പോൾ എന്നെ ഒരു ദിവസം പോലീസ് വിളിക്കുന്നു, രണ്ടാമത്തേത് പിന്നെ ഒരാഴ്ച കഴിഞ്ഞ് വീണ്ടും വിളിക്കുന്നു. ഇങ്ങനെ പോലീസ് വിളിക്കുകയും എന്നെ ചോദ്യം ചെയ്യുകയും അവർ എങ്ങനെ വന്നത്, ഏത് വടിയും കൊണ്ട് വന്നതാണ്, അവർ ഉപയോഗിച്ച ഷർട്ട് ഏതാണ്, അവർ മുണ്ടാണോ കൈലിയാണോ എടുത്തിരുന്നത്, അവർ പാൻ്റാണോ ഇട്ടിരുന്നത്, ഇങ്ങനെയുള്ള ചോദ്യങ്ങൾ ഓരോ നിസ്സാരമായ ചോദ്യങ്ങളൊക്കെ ഇങ്ങനെ ചോദിച്ചുകൊണ്ട് ഓരോ ദിവസം കഴിയുന്നതോറും ചോദ്യത്തിൻ്റെ ഇത് കൂടിക്കൂടി വരിക. പിന്നീട് ഒരിക്കലും എന്ത് ചെയ്യുന്ന പറഞ്ഞാൽ ഇവർ കുറേ ആൾക്കാരെ അറസ്റ്റ് ചെയ്തു, പോലീസ് കുറച്ചുപേരെ അറസ്റ്റ് ചെയ്തു, സംശയമുള്ളവരെ കൊണ്ടുവന്നു. അവരൊരു ദിവസം അവധിക്ക് ഒരു ഞായറാഴ്ചയാണോ ശനിയാഴ്ച എന്ന് പറയുന്നത്, ഒരു ശനിയാഴ്ച ദിവസം കോളേജിൽ ആരുമില്ല, ഇല്ലാത്ത ദിവസം അവർ ഈ 3-4 പേരെ കോളേജിൽ കൊണ്ടുവന്നിട്ട് അവർ ആ സമരം നടന്ന സമയത്ത് നിന്നത് എവിടെയൊക്കെയാണോ അവിടെയൊക്കെ അവരെ നിർത്തി. അവരുടെ ഒരു വടിയൊക്കെ പിടിച്ച് ഞങ്ങൾ ക്രൈം സീൻ എന്ന് പറയാൻ ഒരു റീകൺസ്ട്രക്ഷൻ ഓഫ് ക്രൈം സീൻ അവരത് റീകൺസ്ട്രക്ട് ചെയ്യുകയാണ്. അവർ പണ്ട് ആ വെള്ളം നടന്ന സമയത്ത് അവരെവിടെയൊക്കെ പോയത് അതിന് അതിന് ഒരു കേസ് ഡ്രില്ലെന്ന് പറയും, റീകൺസ്ട്രക്ഷൻ ഓഫ് ക്രൈം സീൻ. അതാണ് അവർ നടത്തുക. അവർ നടത്തിയപ്പം അപ്പോൾ ഞാൻ എല്ലാ ദിവസവും പോലീസ് സ്റ്റേഷനിൽ പോവുകയും എടുക്കുകയും ചെയ്യാണ്, കോളേജിൽ പഠിപ്പിക്കുകയും ചെയ്യുന്നുണ്ട്. എന്നോട് രാവിലെ പ്രിൻസിപ്പൾ പറയും, സപ്രിയാമൻ തന്നെ ഇന്ന ദിവസം ഇന്നത്ര മണിക്ക് പോലീസ് സ്റ്റേഷനിൽ ചെല്ലാനായിട്ട് അവരെന്നെ വിളിച്ച് പറഞ്ഞിട്ടുണ്ട്, താൻ ചെല്ലണമെന്ന് പറയും. എനിക്ക് ചെല്ലാതിരിക്കാൻ പറ്റത്തില്ല, ഞാൻ പോകും. അങ്ങനെ ദിവസങ്ങൾ കടന്നു പോവുകയാണ്. അപ്പോൾ ഒരു ദിവസം അന്ന് കോളേജ് കംപ്ലീറ്റ് നിശബ്ദമാണ്, കോളേജിലോട്ട് ഒരുത്തരെയും കയറ്റുന്നില്ല. ഒരു ശനിയാഴ്ച ദിവസം കേസ് ഡ്രില്ല് നടക്കുകയാണ്. അപ്പോൾ ഇവരെല്ലാം അവിടെ കൊണ്ടുവന്നു. എന്നിട്ട് എന്നോട് പറഞ്ഞു, സാറ് ഇവിടെ ജനറൽ സ്റ്റാഫ് റൂമിൽ പണ്ടിരുന്ന സ്ഥലത്ത് തന്നെ അവിടെ ഇരുന്നാൽ മതി, സാർ ഒന്നും എടുക്കണ്ട, മിണ്ടാതെ അവിടെ ഇരുന്നാൽ മതി എന്ന് പറയും. എന്നിട്ട് അവർ ജനലെല്ലാം വാതിലെല്ലാം തുറന്നിട്ട് ഞാൻ മിണ്ടാതെ അവിടെ ഇരുന്നു. അപ്പോൾ ഞാൻ നോക്കണേ കുറേ നേരം കഴിഞ്ഞപ്പം 1-2 പേര് അതുവഴി നടന്നു പോകും. അവരുടെ ഒരു വടിയൊക്കെ ഉണ്ട്. അത് കുറച്ച് കഴിഞ്ഞപ്പം പോലീസുകാർ അവിടെ പുറകിലുണ്ടതായിരുന്നു. അത് കഴിഞ്ഞിട്ട് ആ സമയം എന്നിട്ട് എന്നോട് കുറച്ച് നേരം കഴിഞ്ഞിട്ട് പോലീസുകാർ പറഞ്ഞു വീട്ടിൽ പോക്കോ, ഇന്ന് കുഴപ്പമില്ല, എല്ലാം തീർന്നു. വീണ്ടും 2-3 ദിവസം കഴിഞ്ഞപ്പോൾ വീണ്ടും പോലീസുകാർ എന്നെ വിളിച്ചു. പോലീസുകാർ വിളിച്ചപ്പോൾ ഞാൻ അവിടെ ചെന്ന് പോലീസുകാരനാണ്, പുള്ളി കസറിലിരിക്കുകയാണ്. എനിക്കൊരു ബെഞ്ച് തന്നിട്ട് അവിടെ ഇരുന്നു. അപ്പോൾ എന്നോട് സംസാരിക്കാൻ തുടങ്ങിയപ്പോൾ എൻ്റെ പുറകിൽ വേറെ 2 പോലീസുകാർ, അവർ 2 പേരും ഇങ്ങനെ കൈയും കെട്ടി പുറകിൽ നിൽക്കുകയാണ്. എന്നിട്ട് ഈ DSP എന്നോട് പറയുകയാണ്, സാറ് അവരെ കണ്ടല്ലോ, കഴിഞ്ഞ ദിവസം കേസ് ഡ്രില്ല് നടന്നപ്പോൾ അവരെ കണ്ടല്ലോ, അവർ തന്നെയാണ് അന്ന് കോളേജിൽ ബഹളം ഉണ്ടാക്കാൻ വന്നത് എന്ന് ഞാൻ പറയണമെന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ പറഞ്ഞു, അന്ന് വളരെ ചെറുപ്പമാണ്, ഇത്രയും പ്രായമൊന്നുമില്ലല്ലോ, കോളേജിൽ കയറിയിട്ട് 3-4 വർഷമായിട്ടുള്ള സമയത്ത്. അപ്പം ഞാൻ പറഞ്ഞു, ഞാൻ പെട്ടെന്ന് എനിക്ക് അന്ന് ഈ എല്ലാ ദിവസവും ഈ പോലീസ് സ്റ്റേഷനിൽ പോകുന്നത് തന്നെ എനിക്ക് വിഷമമായിട്ട് വന്നു. ആ വലിയ മനോവിഷമം ഉണ്ടാക്കിയ ഒരു സാഹചര്യത്തിലാണ് അന്ന് എല്ലാവരും അന്ന് ഞാൻ ഒരു ഇടതുപക്ഷക്കാരനും ഇവർ RSS, അപ്പോൾ ഇടതുപക്ഷവും RSS തമ്മിലുള്ള ഒരു ടെൻഷനും അവിടെ കോളേജുകളിലും അതുപോലെ തന്നെ കോട്ടയത്തും ഒക്കെ നടക്കുന്നൊരു സമയമാണ്. ഇടതുപക്ഷത്തിൻ്റെ ഒരാളായിട്ടാണ് എന്നെ അവർ. അപ്പോൾ അപ്പോൾ RSSനോടുള്ള വൈരാഗ്യം എനിക്കുണ്ട് എന്നുള്ളൊരു തോന്നലും RSSകാർക്ക് ഉണ്ടാകാൻ സാധ്യതയുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള ഒരു സന്ദർഭങ്ങളിലൂടെ ഞാൻ ആ സമയത്ത് കടന്നു പോയത്.
അപ്പോൾ അവരെന്നോട് പറയുക ഈ RSSകാരൻ ഈ വന്നത് ഇവർ തന്നെയാണെന്ന് കോടതി പറയണമെന്ന് പറഞ്ഞു. ഉടനെ ഞാൻ പോലീസുകാർ ചന്ദ്രൻ DSP അന്ന് വന്ന DSP ഒരു CSIക്കാരനാണ്, അദ്ദേഹം ഷമുൽ സാറാണ്, അദ്ദേഹം മരിച്ചുപോയി. ഷമുൽ സാറാണ് അദ്ദേഹം പറയുന്നത്. നമ്മുടെ ബെന്നി തോമസ് അച്ഛനൊക്കെ ആ സാറിനെ നല്ലതായിട്ട് അറിയാം. അപ്പോൾ ഷമുൽ സാർ എന്നോട് ഞാൻ പറഞ്ഞു, സാറേ എന്നെ നിങ്ങൾ എല്ലാ ദിവസവും പോലീസ് സ്റ്റേഷനിൽ വിളിക്കുന്നു, ഈ ചോദ്യങ്ങൾ ചോദിക്കുന്നു, ഒരു കുറ്റവാളിയെ പോലാണ് എന്നോട് ചോദിക്കുന്നത്. ഞാൻ എൻ്റെ ജോലി, ഞാൻ കോളേജിൽ പഠിപ്പിക്കാൻ വന്നു, ഞാൻ രാവിലെ ക്ലാസ്സിൽ പോയിട്ട് തിരിച്ചു വന്നു, ആ ഡസ്റ്റർ പോലും എൻ്റെ ചോക്കിൻ്റെ പൊടി പോലും എൻ്റെ കയ്യിൽ നിന്ന് മായാതെ ഞാൻ അവിടെ വന്നിരുന്നു. കുറച്ച് സമയം ഞാൻ അവിടെ ഇരുന്നു എന്നുള്ളൊരു കുറ്റം മാത്രമേ, അതാണോ ഞാൻ ചെയ്ത കുറ്റം, നിങ്ങളെന്നെ ഇങ്ങനെ ചോദ്യം ചെയ്യാനും അപ്പം ഈ കോടതി ചെന്ന് ഇന്ന ആളാണെന്ന് പറയാനും ഈ വന്നത് ഇവർ തന്നെയാണെന്ന് പറയാനും ഒക്കെ എന്നെ ക്വസ്റ്റ്യൻ ചെയ്യുന്നത് ശരിയാണോ? ഇനിയും ഞാൻ ഇവരാണെന്ന് പറഞ്ഞു, ഇവരല്ലെങ്കിൽ എൻ്റെ ഭാഗത്ത് എനിക്കങ്ങനെ പെട്ടെന്ന് പറയാൻ പറ്റത്തില്ല. കാര്യം ഞാൻ വളരെ ചുരുക്കിയ നിമിഷങ്ങളിൽ മാത്രമേ ഞാൻ ഇവരെ കണ്ടില്ലെന്ന് ഞാൻ പറയുന്നില്ല, കണ്ടുള്ളൂ. ഇവർ തന്നെയാണ് എന്ന് പറയാനായിട്ട് എനിക്ക് ബുദ്ധിമുട്ടുണ്ട് സാർ, അതുകൊണ്ട് എന്നെ ഒഴിവാക്കണമെന്ന് പറഞ്ഞു. ഏതായാലും അന്നത്തെ ദിവസം കഴിഞ്ഞ് ഞാൻ തിരിച്ചു പോരുകയും ചെയ്തു. പിന്നെ അതിന് ശേഷം എന്നെ പോലീസ് സ്റ്റേഷനിലേക്ക് വിളിച്ചിട്ടില്ല, എന്നെ ആ സാക്ഷിസ്ഥാനത്ത് നിന്ന് മാറ്റുകയും ചെയ്തു. പക്ഷേ എന്നെ അത് ഒത്തിരിയേറെ വിഷമിച്ചു. അത് ഇന്നലെ പോലെ ഞാൻ ഇന്നും അത് ഓർത്തിരിക്കുക. അതുകൊണ്ടാണ് ടോമൻ തച്ചങ്കരി IPS നമ്മുടെ പള്ളിയിൽ വന്നപ്പം ഞാൻ അദ്ദേഹവുമായിട്ട് ഇത് ഷെയർ ചെയ്തു. എനിക്കുണ്ടായ അനുഭവങ്ങൾ അദ്ദേഹമായിട്ട് ഷെയർ ചെയ്തു. അദ്ദേഹമൊക്കെ എല്ലാം ചിരിച്ചുകൊണ്ട് സാറ് പറഞ്ഞതെല്ലാം ശരിയാണ്, പക്ഷേ ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം കേസ് തെളിയിക്കുക എന്നാണ് ഞങ്ങളുടെ ഉത്തരവാദിത്തം. അതിനുവേണ്ടി ഞങ്ങളെ ശ്രമം നടത്തുന്നത്, അല്ല ആരെയും അത് കൾപ്രിറ്റ് ആക്കാനോ ആരെയും കുറ്റം വിധിക്കാനോ ഒന്നുമല്ല എന്ന് പറഞ്ഞ് പുള്ളി അത് എന്നെ ഒരു സമാധാനപ്പെടുത്തുന്ന രീതിയിൽ വീണ്ടും അവൻ പറയുന്നുണ്ട്. പക്ഷേ ഞാൻ പറഞ്ഞപ്പം പുള്ളിക്ക് മനസ്സിലായി അതിൻ്റെ ഗൗരവം. ഇന്നും അതേ ഗൗരവത്തിലൂടെ ഞാനത് പറഞ്ഞുകൊണ്ടിരുന്നത്. എനിക്കുണ്ടായ വിഷമം അതോടുകൂടി പറഞ്ഞു. അപ്പോൾ എൻ്റെ മുഖത്ത് ഒന്ന് അദ്ദേഹത്തിന് അത് വ്യക്തമായി, ടോമൻ തച്ചങ്കരി സാറിന്. അപ്പോൾ അത് വളരെ ഒരു നല്ല അനുഭവമായിട്ട് ഞാനിപ്പോഴും ഓർത്തിരിക്കുന്നു. അതെന്നെ വിഷമിപ്പിച്ചെന്താണെന്ന് ചോദിച്ചാൽ എൻ്റെ സീനിയർ അധ്യാപകരാരും എൻ്റെ കൂടെ നിന്നില്ല എന്നുള്ളതാണ്. അവർക്കും കൂടെ അവരെല്ലാം മാറിക്കളഞ്ഞു. കാര്യം അവർ കുറച്ചുകൂടെ ലോകപരിചയമുള്ളവരായിരുന്നു. നമുക്ക് ഈ ലോകത്ത് ജീവിക്കാനായിട്ട് ഇങ്ങനെയൊക്കെ ചില കള്ളങ്ങൾ ചിലപ്പോഴൊക്കെ പറഞ്ഞെങ്കിലേ പറ്റൂ എന്നുള്ള എന്ന ഒരു രീതി പക്ഷേ അതാണ് അന്ന് നടന്നത്. അത് വലിയൊരു സംഭവമായിട്ട് ഞാൻ ഇപ്പോഴും ഓർക്കുന്നു സെയിൻസ് കോളേജിലെ ജീവിതത്തിൽ. എന്തോ